എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 2012 SCST എന്നുള്ള ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 25 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് ഏതെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബിറ്റ്സ് ഈസ് കോൾഡ് 1 ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ്? ആൻസർ 8 ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സ് ആണ്? ഒരു നിബിൾ എത്ര ബിറ്റ്സ് ആണ്? ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ്. അപ്പം നിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസസ് സിമ്പിൾസ്. എത്ര നമ്പേഴ്സാണ്, എത്ര സിമ്പിൾസാണ്, എത്ര എണ്ണം സിമ്പിൾസാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്? 16 സിമ്പിൾസാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഡാഷ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ, തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്താണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ CPUവിന് 3 യൂണിറ്റ്സ് ആണുള്ളത്, 3 ഡിവിഷൻസ് ആണുള്ളത്. കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അപ്പോൾ അതിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്മറി യൂണിറ്റ് മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റാസും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഡാറ്റാസും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സെക്ഷനാണ് ALU. അടുത്തത് DBMS സ്റ്റാൻഡ്സ് ഫോർ. DBMS എന്നതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. കമ്പ്യൂട്ടറിൻ്റെ ഇൻസൈഡിൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനെ പറയുന്നത് എന്താണ്? ഇൻട്രാനെറ്റാണ്, ഇൻട്രാനെറ്റ്. ദ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് പ്രോഗ്രാം എറേഴ്സ് ഈസ് കോൾഡ്. അതായത് പ്രോഗ്രാമിലുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുന്നതും ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. The process of combining the main document with the data source is called. The process of combining the main document with the data source is called. അതായത് മെയിൻ ഡോക്യുമെൻറ്റിനെ ഡാറ്റാ സോഴ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെർജിങ്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ മെയിൽ മെർജിങ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ഉപയോഗിക്കുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ഔട്ട് ഫ്രം. അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? കോബോൾ, പാസ്കൽ, ഫോർട്രാൻ, ലിനക്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വൺ? ആൻസർ ലിനക്സ് ആണ്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബാക്കിയുള്ളതൊക്കെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കോബോൾ, പാസ്കൽ, ഫോർട്രാൻ തുടങ്ങിയവ. ഡാഷ് ബൈറ്റ്സ് ഈക്വൽ ടു 1 കിലോബൈറ്റ്. അപ്പോൾ ഈ മെമ്മറി യൂണിറ്റിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് എത്ര ബൈറ്റ്സ് ആണ് 1 കിലോബൈറ്റ് എന്ന് പറയുന്നത്? 1024 ബൈറ്റ്സ് ആണ് 1 കിലോബൈറ്റ്. ദ ഫങ്ഷൻ യൂസ് ടു എൻറ്റർ കറൻറ്റ് ടൈം ഇൻ എ വർക്ക്ഷീറ്റ് സെൽ. അതായത് ഏത് ഫങ്ഷനാണ് വർക്ക്ഷീറ്റ് സെല്ലിൽ അപ്പോഴുള്ള കറൻറ്റ് ടൈം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ ഏതാണ്? നൗ എന്നുള്ള ഫങ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ എക്സലിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നമ്മളൊരു ഫങ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ഈക്വൽ ടു എന്നുള്ളതാണ് വരേണ്ടത്. ഈക്വൽ ടു എന്നുള്ള ആ ഒരു ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഫങ്ഷൻ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാം.
എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്ട്സ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അതായത് ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിൽ നിന്ന് അസംബ്ലി ലാംഗ്വേജിലേക്ക് പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഏതാണ്? അസംബ്ലറാണ്. അസംബ്ലർ, ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയിന്ന് തോന്നുന്നു. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് അസംബ്ലർ. കമാൻഡ് യൂസ് ടു റീബൂട്ട് ദ കമ്പ്യൂട്ടർ. ഏത് കമാൻഡാണ് ഒരു കമ്പ്യൂട്ടറിനെ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? Ctrl+Alt+Delete. റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, 2012 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെക്കുക. ഒരു കമ്പ്യൂട്ടറിനെ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ Ctrl+Alt+Delete. എക്സ്പാൻഡഡ് ഫോം ഓഫ് HTML. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണിത്. നേരത്തെ നമ്മൾ DBMSൻ്റെ ഫുൾ ഫോം നോക്കി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് HTMLൻ്റെ ഫുൾ ഫോമാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഇതുപോലുള്ള എക്സ്പാൻഡഡ് ഫോംസ് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് അലോസ് ടു മേക്ക് എ ഡയറക്ടറി. ഏത് കമാൻഡാണ് ഒരു ഡയറക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്? MD ആണ്. MS Word ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. MS Word എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS Word. ദ വേ ഓഫ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ ഈസ് കോൾഡ്. ദ വേ ഓഫ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ ഈസ് കോൾഡ് പ്രോസസ്സിംഗ്. അതായത് ഡാറ്റേനെ ഇൻഫർമേഷനാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡിവൈസ് പെർഫോംസ് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. ഏത് ഡിവൈസാണ് മോഡുലേഷനും ഡിമോഡുലേഷനും പെർഫോം ചെയ്യുന്ന ഡിവൈസ്? മോഡമാണ്. മോഡത്തിൻ്റെ ഫുൾ ഫോം തന്നെയാണ്, ഫുൾ ഫോം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് കമ്പ്യൂട്ടർ കീബോർഡ്. കമ്പ്യൂട്ടർ കീബോർഡ് എന്ന് പറയുന്നത് എന്ത് ഡിവൈസാണ്? ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കീബോർഡാണ്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഈ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി ഇസ് കോൾഡ്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി അറിയപ്പെടുന്നത് റാം എന്നാണ്. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രം ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും പിന്നെ ആ ഒരു കമ്പ്യൂട്ടർ സപ്ലൈ ഇല്ലാത്തപ്പോൾ അതിലുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും ലോസ് ആവുന്നതിനാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ മെമ്മറിയാണ്, അതായത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പാണ്, റാമും റോമും. റാം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. അത് വോളറ്റൈൽ മെമ്മറി അല്ല, ഇൻവോളറ്റൈൽ മെമ്മറിയാണ്. ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ് ഡാറ്റ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡാറ്റയാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു, ഡാറ്റേനെ ഇൻഫർമേഷൻ ആക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെ പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ ഓൺ ദ ഇൻ്റർനെറ്റ് ടു അവർ കമ്പ്യൂട്ടർ ഇസ് കോൾഡ്. അതായത് ഇൻ്റർനെറ്റിലുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൗൺലോഡിങ്. ബൈനറി നമ്പർ സിസ്റ്റം യൂസസ് ഡാഷ് ഡിജിറ്റ്സ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? 2 ഡിജിറ്റ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0ഉം 1ഉം മാത്രമേ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ഓൾസോ ബി കോൾഡ്. ഞാൻ ഓൾറെഡി ആൻസർ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആൻസർ പ്രൈമറി മെമ്മറിയാണ്. മെയിൻ മെമ്മറി പ്രൈമറി മെമ്മറി എന്നും അറിയപ്പെടാറുണ്ട്. ദ പ്രിൻറ്റർ യൂസ് ടു ടേക്ക് കാർബൺ കോപ്പീസ്. കാർബൺ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഏതാണ്? ഡോട്ട് മാട്രിക്സ് ആണ്. ഡോട്ട് മാട്രിക്സ്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉത്തരം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.